ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഒരു അടിപൊളി ചൂരക്കറിയാണ് വെക്കാൻ പോകുന്നത്. അങ്ങനെ ചൂര മേടിച്ച് കൊണ്ട് വെച്ചിട്ടുണ്ട്. അത് ക്ലീൻ ചെയ്തില്ല, ഞാൻ ക്ലീൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ചൂരയൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് തുടങ്ങി. എൻ്റെ തൊലി അവരെടുത്ത് കളഞ്ഞില്ല, സ്കിൻ കളയാനോട് ഞാനത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചൂരയൊക്കെ കഴുകി വൃത്തിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനായിട്ടുള്ള ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം എടുക്കാം കേട്ടോ. അപ്പം ഇതിനാവശ്യമായ സാധനങ്ങളെന്ന് പറയുന്നത് വെളുത്തുള്ളി, കുടംപുളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, സവാള, പിന്നെ തക്കാളിക്ക. സവാള ഇല്ലെങ്കിൽ നമുക്ക് ചെറിയ ഉള്ളി എടുക്കാം. ഇത്രയും സാധനങ്ങൾ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി അടപ്പയിലിട്ട് വെക്കാം. ഞാനിപ്പോൾ ഇത് പാനാണ് വെച്ചിരിക്കുന്നത്. പാനിനകത്ത് ഞാൻ എണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് ഇട്ടു. എണ്ണ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേന് കടുകിടും. ഇത്രയും കടുക് ഞാൻ ഇടുന്നുള്ളൂ. കടുകിട്ടു. കടുകൊക്കെ പൊട്ടുന്നുണ്ടാവും. അതിനുശേഷം ഞാൻ നമ്മുടെ സവാള ഉള്ളി ഇട്ടു. സവാള ഇട്ട് ഉള്ളി ഇട്ടതിന് ശേഷം വെളുത്തുള്ളി ഇട്ടതിന് ശേഷം ഇഞ്ചി അരിഞ്ഞ് വെച്ചതിട്ടു. പിന്നെ പച്ചമുളക്, ഒരു തക്കാളിക്ക് ഇട്ടിട്ടുണ്ട് കൊഴുപ്പിന് വേണ്ടി. പിന്നെ കുടംപുളി, കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ ഇട്ടതിന് ശേഷം അതിനകത്തോടെ ശകലം ഉപ്പിട്ട് പെട്ടെന്ന് മുരിഞ്ഞ് വരാൻ വേണ്ടി. പിന്നെ അതിന് ആവശ്യമായ മസാലയായ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ശകലം ഉലുവാപ്പൊടി, ഇത്രയും സാധനങ്ങൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ? നമ്മുടെ ഉള്ളിയും എല്ലാം കിടന്ന് വഴണ്ട് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ എൻ്റെ മസാലപ്പൊടികളെല്ലാം ഇട്ട് കൊടുക്കുകയാണ്. മസാലപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നല്ലതായിട്ട് എന്ത് ചെയ്യണം? ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നല്ലോണം അത് മൂക്കുന്ന വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. അപ്പം എൻ്റെ മസാലകളൊക്കെ മൂത്ത് വന്ന് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് നമ്മൾ തവിയുടെ ചുവട് വെച്ച് നല്ലോണം ഇളകുമ്പോൾ ആ കറി ഒന്ന് കുറുകും. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്ത് ചട്ടിയിലേക്ക് മാറ്റി. എന്തുകൊണ്ടാണ് ചട്ടിയിലേക്ക് വെക്കാഞ്ഞെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മൾ ചട്ടിയൊക്കെ എടുത്ത് നാട്ടിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ ചട്ടിയുടെ ചുവട് പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത് ചട്ടിക്കകത്തോട്ട് കടുക് വറക്കാൻ. പിന്നെ അരപ്പെല്ലാം തിളച്ച് വന്നതിന് ശേഷം ഞാൻ മീനെല്ലാം പെറുക്കിയിട്ടു. കണ്ടോ? എന്നിട്ട് മീനെല്ലാം നമ്മൾ മുക്കി വെക്കണം. നമ്മുടെ അരപ്പിനകത്ത് മുക്കി വെക്കണം. ഇനി മീൻ പൊടിഞ്ഞു പോകാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്തു തവിയിട്ട് ഇളക്കാതെ ഞാനൊന്ന് മീനൊന്ന് കറക്കിയാണ്.